Hello everyone. UGC Net Political Science Previous Year Question Discussion സെക്കൻഡ് പാർട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക് എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവര് അതൊന്ന് പോയി ചെക്ക് ചെയ്യാം. ഇന്ന് നമ്മൾ ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനിയും അടുത്ത സൈക്കിളുകളിലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് കൂടെയാണിത്. സോ എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് വേൾഡ് ഇവന്റ്സ് ഇൻ ഡിസെൻഡിങ് ഓർഡർ. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട രണ്ട് ടേംസ് ആണ് അസെൻഡിങ് ഓർഡർ എന്നുള്ളതും ഡിസെൻഡിങ് ഓർഡർ എന്നുള്ളതും. അപ്പൊ നിങ്ങൾ അസെൻഡിങ് ഓർഡർ എന്താണെന്നുള്ളതും ഡിസെൻഡിങ് ഓർഡർ എന്താണെന്നുള്ളതും കറക്റ്റ് ആയിട്ട് ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. അസെൻഡിങ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൊണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ്. അതായത് ആദ്യം നടന്നിട്ടുള്ള ഇവന്റിന് ആദ്യവും അവസാനം നടന്നിട്ടുള്ള ഇവന്റിന് അവസാനവുമായിട്ട് അറേഞ്ച് ചെയ്യുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്, അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. ഓൺ ദി അതർ ഹാൻഡ്, ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് ഏറ്റവും അവസാനം നടന്നിട്ടുള്ള ഇവന്റ് ഏതാണോ അതിനെയാണ് നിങ്ങൾ ആദ്യം അറേഞ്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഓപ്ഷൻ ആണ് നിങ്ങൾ ആദ്യം എടുക്കേണ്ടത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളോട് ഡിസെൻഡിങ് ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. 5 ഇവന്റ്സും തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഇവന്റ്സിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഇവന്റ്, അതായത് ലാസ്റ്റ് നടന്നിട്ടുള്ള ഇവന്റിനെ നമ്മൾ ആദ്യം എടുത്തു വെക്കുക. അതിന് തൊട്ട് മുൻപ് നടന്നത് രണ്ടാമത്. അങ്ങനെയാണ് നമ്മളിത് അറേഞ്ച് ചെയ്യേണ്ടത്. ഇവിടെ തന്നിട്ടുള്ള ഇവന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എ, ജപ്പാൻ ഇൻവേഡഡ് മഞ്ചൂരിയ. ബി, മുസോളിനി സീസ്ഡ് പവർ ഇൻ ഇറ്റലി. സി, അർമേനിയൻ ജനസൈഡ്. ഡി, ഇറ്റലി ഇൻവേഡഡ് അബിസീനിയ, അതായത് ഇന്നത്തെ എത്യോപ്യ. ആൻഡ് ഇ, ബാറ്റിൽ ഓഫ് സ്റ്റാലിൻഗ്രാഡ്. വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വേൾഡ് വാറിലെ കുറച്ച് ഇവന്റ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിനെ നമ്മൾ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാണ് വേണ്ടത്. നമ്മൾ ഓപ്ഷൻസ് നോക്കാം. ഇതിനകത്ത് ചിലപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഇതിന്റെ ഡേറ്റ് കറക്റ്റ് ആയിട്ട് അറിയണമെന്ന് നിർബന്ധമില്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെയും എന്തെങ്കിലുമൊക്കെ ഒരു ഇന്റലിജന്റ് ഗസ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കാം. ആൻസർ അറിയാന്നുള്ളവര് ആൻസർ മനസ്സിലേക്ക് കൊണ്ടുവരിക. നമുക്ക് ഇതിന്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ആൻസർ ഇസ് ഓപ്ഷൻ 2. അപ്പൊ ഇതിനകത്ത് ആദ്യം നടന്നിട്ടുള്ള ഇവന്റ്, അതായത് ഏറ്റവും ആദ്യം നടന്നിട്ടുള്ള ഇവന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഡിസെൻഡിങ് ഓർഡർ ആയതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് നടന്നിട്ടുള്ള ഇവന്റിനെയാണ് നമ്മൾ ആദ്യം അറേഞ്ച് ചെയ്യേണ്ടത്, ആദ്യം എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്കിപ്പം ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ കൂടിയും നമുക്ക് ഈ ബാറ്റിൽ ഓഫ് സ്റ്റാലിൻഗ്രാഡ്, അതുപോലെ തന്നെ മുസോളിനി, ഇതിൽ രണ്ട് ഓപ്ഷൻസ്, ഓപ്ഷൻ ഡിയും ഓപ്ഷൻ ബിയും. ഓപ്ഷൻ ഡി എന്താണെന്ന് നോക്കൂ. ഇറ്റലി ഇൻവേഡഡ് അബിസീനിയ. ഇറ്റലി അബിസീനിയയെ, അതായത് ഇന്നത്തെ എത്യോപ്യയെ ഇൻവേഡ് ചെയ്തു. പിന്നൊന്നെന്ന് പറയുന്നത് മുസോളിനി സീസ്ഡ് പവർ ഇൻ ഇറ്റലി. അപ്പൊ ഒന്ന് ചിന്തിച്ച് നോക്കാം, ഇറ്റലിയിലെ ഫാഷിസത്തിന്റെ വളർച്ച സംഭവിക്കുന്നത് മുസോളിനിയുടെ വരവോട് കൂടിയാണ്, അല്ലെങ്കിൽ ഇറ്റലിയുടെ ഒരു എക്സ്പാൻഷനിസം സ്റ്റാർട്ട് ചെയ്യുന്നത് മുസോളിനിയുടെ വരവോട് കൂടിയാണ്. അപ്പൊ ഒന്ന് നമുക്കൊരു ഇന്റലിജന്റ് ഗസ് എടുത്തു കഴിഞ്ഞാൽ മുസോളിനി ഇറ്റലിയിൽ പവർ സീസ് ചെയ്തതിന് ശേഷമായിരിക്കാം ഇറ്റലി അബിസീനിയെ ഇൻവേഡ് ചെയ്തത്. അതായത് ബി സംഭവിച്ചതിന് ശേഷമായിരിക്കാം ഡി സംഭവിച്ചത്. ഇപ്പൊ ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ ആദ്യം ബി എടുത്തേനെ, പിന്നെ ഡി എടുത്തേനെ. പക്ഷെ ഇവിടെ ഡിസെൻഡിങ് ആയതുകൊണ്ട് ഡി ആദ്യം വരും, ബി പിന്നീട് വരും. ഇപ്പൊ ഡി കഴിഞ്ഞിട്ട് ബി വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മുസോളിനി ഇറ്റലിയിൽ പവർ സീസ് ചെയ്തതിന് ശേഷമായിരിക്കുമല്ലോ ഇറ്റലി അബിസീനിയ ഇൻവേഡ് ചെയ്തിട്ടുണ്ടാവുക. കാരണം ഫാഷിസം അല്ലെങ്കിൽ ആ എക്സ്പാൻഷനിസം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് ശേഷമാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു ഗസ് എടുക്കുക, ബി കഴിഞ്ഞിട്ടാണ് ഡി വരുന്നത്, അല്ലെങ്കിൽ ഇവിടെ തിരിച്ചായതുകൊണ്ട് ഡി കഴിഞ്ഞിട്ടാണ് ബി വരുന്നത് എന്നുള്ളൊരു ഐഡിയ എടുക്കുക. അപ്പൊ അങ്ങനെ വരുന്ന ഓപ്ഷൻസ് നമുക്ക് അവിടെ രണ്ട് ഓപ്ഷൻസിലേക്ക് എത്താൻ പറ്റും. ആൻഡ് അഗെയിൻ ഇതിൽ പിന്നെ ബാക്കിയുള്ളത് നമുക്ക് കറക്റ്റ് ഇയർ അറിഞ്ഞാലേ പറ്റുള്ളൂ, എന്നാലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ ഈ ഒരു ടൈം ലൈനിൽ ആദ്യം, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് നടന്നിട്ടുള്ള ഇവന്റ് ബാറ്റിൽ ഓഫ് സ്റ്റാലിൻഗ്രാഡ് ആണ്, 1942 മുതൽ 43 വരെ. ഇപ്പൊ ജർമ്മൻ ട്രൂപ്സ്, നാസി ജർമ്മനി റഷ്യയെ പിടിച്ചെടുക്കാൻ നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ റഷ്യയെ ഇൻവേഡ് ചെയ്ത ഒരു ബാറ്റിലായിരുന്നു ബാറ്റിൽ ഓഫ് സ്റ്റാലിൻഗ്രാഡ്. ബട്ട് ജർമ്മനി വാസ് അൺസക്സസ്ഫുൾ. റഷ്യ അതിനെ തടഞ്ഞു നിർത്തുകയാണ് ഉണ്ടായത്. ആൻഡ് ഇറ്റ് വാസ് എ വെരി അൺസക്സസ്ഫുൾ ബാറ്റിൽ ഫോർ നാസി ജർമ്മനി.
പിന്നെ അടുത്ത ഇവന്റ്, അതായത് തൊട്ട് മുന്നേ നടന്ന ഇവന്റ് എന്ന് പറയുന്നത് ഇറ്റലി എത്യോപ്യയെ ഇൻവേഡ് ചെയ്യാന്നുള്ളതായിരുന്നു 1935. അതിനു മുന്നേ നടന്ന ഇവന്റ് ജപ്പാൻ മഞ്ചൂരിയയെ ഇൻവൈഡ് ചെയ്തതായിരുന്നു എന്നുള്ളത്. നമ്മൾ എപ്പോഴും ലീഗ് ഓഫ് നേഷൻസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറയുന്ന രണ്ട് ഇവന്റ്സ് ആണ് ജപ്പാൻ മഞ്ചൂരിയ ഇൻവൈഡ് ചെയ്തതും ഇറ്റലി അബിസീനിയ ഇൻവൈഡ് ചെയ്തതും. ആ സമയത്ത് ലീഗ് ഓഫ് നേഷൻസിന് പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്നുള്ള രീതിയിൽ ക്രിറ്റിസിസം ഒക്കെ എപ്പോഴും വരാറുണ്ട്. സോ ആ രണ്ട് ഇവന്റ്സും ഓർത്ത് വെക്കാം. ദെൻ അതിനു മുന്നേ നടന്ന ഇവന്റ് ആണ് മുസോളിനി സീസ്ഡ് പവർ ഇൻ ഇറ്റലി. ആൻഡ് ആദ്യം നടന്ന ഇവന്റ് അർമേനിയൻ ജനോസൈഡ്. അർമേനിയയിലെ ഓട്ടോമൻ ടർക്കി പീരിയഡിൽ നടന്നിട്ടുള്ള ഒരു ജനോസൈഡ് ആണ് അർമേനിയൻ ജനോസൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് കറക്റ്റ് ഓർഡർ. സെക്കൻഡ് വേൾഡ് വാറിന്റെ ഇവന്റ്സും കോൾഡ് വാറിന്റെ ഇവന്റ്സും ഈ കഴിഞ്ഞ സൈക്കിളുകളിൽ ധാരാളമായിട്ട് ചോദിക്കുന്നുണ്ട്. ആ ഒരു ടൈം ലൈൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എസ്പെഷ്യലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാർ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രീറ്റീസ്, പാക്ട്സ്, ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഇതിന് എന്തായാലും അടുത്ത വട്ടവും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ടൈം ലൈനിന്റെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ശ്രദ്ധിക്കുക. അസെൻഡിങ് ഓർഡർ ആണോ ഡിസെൻഡിങ് ഓർഡർ ആണോ ചോദിച്ചിട്ടുള്ളതെന്ന് കറക്റ്റ് ആയിട്ട് നോക്കിയതിന് ശേഷം മാത്രം ആൻസർ എഴുതാൻ ശ്രമിക്കുക. So we'll move on to the next question. Again, ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ കഴിഞ്ഞ സൈക്കിളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഡിസംബർ സൈക്കിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 70% അല്ലെങ്കിൽ 80% ക്വസ്റ്റ്യൻസും ഈ ടൈം ലൈന്, ക്രോണോളജി, ഇയർ, ഇവന്റ് തന്നിട്ട് ഇയർ എഴുതുക, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് റിപ്പീറ്റഡ്ലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഞാനായിട്ട് ഇത് ചൂസ് ചെയ്യുന്നതല്ല, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ തന്നെ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ അതേപോലെ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് കുറച്ച് മേജർ എൻവയോൺമെന്റൽ ഇനിഷ്യേറ്റീവ്സ് തന്നിട്ടുണ്ട്. അതിനെ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. ഇനിയിപ്പോ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്താണ് അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറെന്നും. അപ്പൊ നമുക്ക് ഇവന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ കുറച്ച് ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണെന്ന് തന്നിട്ടുണ്ട് അത് നോക്കാം. ഫസ്റ്റ്, UN ക്ലോസ്, യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ലോ ഓഫ് ദ സീ വന്നിട്ടുള്ള വർഷം. നെക്സ്റ്റ്, സൈറ്റ്സ് കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ്. C, UN കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ്. Fourth one, World Meteorological Organization established. Fifth one, Antarctic Treaty. ഈ 5 എൻവയോൺമെന്റൽ ഇനിഷ്യേറ്റീവ്സ് ആണ് തന്നിട്ടുള്ളത്. അതിനെ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് ഇതിന്റെ ആൻസർ എന്താണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ 3 ആണ്. ABCED ഈ ഓർഡറിലാണ് വരിക. ഇപ്പൊ ഡിസെൻഡിങ് ഓർഡർ ആയതുകൊണ്ട് തന്നെ ഇതിൽ ലേറ്റസ്റ്റ് നടന്നിട്ടുള്ള ഇവന്റ് UN ക്ലോസ് ആണ്. അതിനു മുന്നേ സൈറ്റ്സ് സൈൻ ചെയ്യുന്നുണ്ട്. ദെൻ 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസ്, അതായത് UN കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ് വരുന്നുണ്ട്. ദെൻ അതിനു മുന്നേ ഉള്ളതാണ് അന്റാർട്ടിക് ട്രീറ്റി 1959 സൈൻ ചെയ്യുന്നുണ്ട്. 1950 വേൾഡ് മീറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ കുറച്ച് ലിസ്റ്റ് ഓഫ് എൻവയോൺമെന്റൽ ഇനിഷ്യേറ്റീവ്സ് തന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ലിസ്റ്റിനകത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഇപ്പോൾ ഇവന്റ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. വേറൊന്നും ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഇമ്പോർട്ടന്റ് അല്ല. യു ജസ്റ്റ് സ്റ്റഡി ദ ഇയർ, ഏത് വർഷമാണ് ഇത് സൈൻ ചെയ്തിട്ടുള്ളതെന്ന് മാത്രം പഠിച്ചു വെക്കുക. 1946 ഇന്റർനാഷണൽ കൺവെൻഷൻ ഫോർ റെഗുലേഷൻ ഓഫ് വെയിലിംഗ്. 1950 വേൾഡ് മീറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. 59 അന്റാർട്ടിക് ട്രീറ്റി സൈൻ ചെയ്യുന്നു. ഈ അന്റാർട്ടിക് ട്രീറ്റി നമ്മൾ വേറൊരു സ്ഥലത്തും ഇത് പഠിക്കും. ആംസ് കൺട്രോൾ ട്രീറ്റി പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ അന്റാർട്ടിക് ട്രീറ്റി പറയാറുണ്ട്. പിന്നെ 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസ്, അതായത് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെന്റ്. 1972 ഈ UN കോൺഫറൻസിന് ശേഷമാണ് നമ്മൾ UNEP ഫോം ചെയ്തത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. 1973 സൈറ്റ്സ് സൈൻ ചെയ്യുന്നത്. സൈറ്റ്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ്, എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള മൃഗങ്ങള്, പക്ഷികള്, ചെടികള്, ഇതിന്റെയൊക്കെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ അതിന്റെയൊക്കെ കടത്ത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺവെൻഷൻ ആണിത്. 1982 UN ക്ലോസ് സൈൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് UN ക്ലോസിനെ പറ്റി അറിയാമായിരിക്കും.
യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദ ലോ ഓഫ് ദ സീ, മാരിടൈം ആയിട്ടുള്ള ലോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രീറ്റിയാണ് UN ക്ലോസ് എന്ന് പറയുന്നത്. 1985 വിയന്ന കൺവെൻഷൻ. വിയന്ന കൺവെൻഷൻ എന്തിനു വേണ്ടിയായിരുന്നു? പ്രൊട്ടക്ഷൻ ഓഫ് ഓസോൺ ലെയർ. ഓസോൺ ലെയർ ഡിപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അതിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിയന്ന കൺവെൻഷൻ സൈൻ ചെയ്തത്. അതുവഴി ക്ലോറോഫ്ലൂറോ കാർബൺ CFC ഗ്യാസസ് തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ കർബ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വിയന്ന കൺവെൻഷൻ കൊണ്ടുവന്നത്. 1987 ബ്രണ്ട്ലൻഡ് കമ്മീഷൻ റിപ്പോർട്ട് ആർ കോമൺ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രണ്ട്ലൻഡ് കമ്മീഷന്റെ റിപ്പോർട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ ഉള്ളത് 1987 മോൺട്രിയൽ പ്രോട്ടോകോൾ. ഇതും ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിനെ ഫേസ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ അടുത്ത പ്രധാനപ്പെട്ട ഇവന്റ് 1988 IPCC ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. പിന്നെ 92 റയോ കോൺഫറൻസ് നടക്കുന്നുണ്ട്, UN കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്, എർത്ത് സമ്മിറ്റ് എന്ന് നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്. പിന്നെ ക്യോട്ടോ പ്രോട്ടോകോൾ. ക്യോട്ടോ പ്രോട്ടോകോളും ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ ലിമിറ്റേഷന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ 2009 കോപ്പൻഹേഗൻ സമ്മിറ്റ്, ഇത് ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ഒരു സക്സസർ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ ഇതിന്റെ ഒന്നും ഡീറ്റെയിൽസ് പറയാത്തതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് പൊതുവെ അങ്ങനെ ചോദിക്കാറില്ല. UGC നെറ്റ് എക്സാമിന്റെ കഴിഞ്ഞ കുറച്ച് സൈക്കിളുകളിൽ ആകെ ഇതിന്റെ ടൈം ലൈൻ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഇവന്റ് തന്നിട്ട്, ഫോർ എക്സാമ്പിൾ ക്യോട്ടോ പ്രോട്ടോകോൾ സൈൻ ചെയ്ത വർഷം ഏതാണ് എന്ന് ഒരു ക്വസ്റ്റ്യൻ, ആ രീതിയിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാത്തത്. ഈ ടൈം ലൈൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു 1 ലൈൻ ക്വസ്റ്റ്യൻ ആണ്. ഓൺ വിച്ച് ഡേ the US President Woodrow Wilson issued the 14 points. വുഡ്രോ വിൽസന്റെ 14 പോയിന്റ്സ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഐഡിയലിസം തിയറി പഠിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വട്ടം പറയുന്നതാണ് വുഡ്രോ വിൽസന്റെ 14 പോയിന്റ്സ്. അപ്പൊ ആ 14 പോയിന്റ്സ് അദ്ദേഹം ഇഷ്യൂ ചെയ്ത വർഷം, ദിവസം, തീയതി ഏതാണ്? വർഷം, മാസം, തീയതി ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പൊതുവെ നമ്മൾ വുഡ്രോ വിൽസന്റെ 14 പോയിന്റ്സ് എന്താണെന്നും ഏത് വർഷമാണെന്നും ഒക്കെ മാക്സിമം പറഞ്ഞു പോകും. പക്ഷെ അത് ദിവസം അടക്കം പഠിക്കുക എന്നുള്ളത് നമ്മൾ പൊതുവെ ചെയ്യാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് നിങ്ങൾ എന്ത് ഇവന്റ് പഠിക്കുമ്പോഴും അതിന്റെ തീയതി, വർഷം, മാസം എല്ലാം കൃത്യമായിട്ട് പഠിക്കുക. കാരണം UGC അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇപ്പൊ ഡിമാൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ ഇതിൽ ഏതാണ്? 7th May 1918 ആണോ? 5th March 1918 ആണോ? 8th January 1918 ആണോ? ഓർ 11th January 1919 ആണോ? ഏത് വർഷമാണിത് നടന്നിട്ടുള്ളതെന്നാണ്. വർഷം 3 ഓപ്ഷനിലും സെയിം ആണ്. അപ്പൊ അവിടെ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഇതിന്റെ ആൻസർ ഒന്ന് നോക്കാം. ആൻസർ ഇസ് ഓപ്ഷൻ 3, 8th January 1918. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും വുഡ്രോ വിൽസൺ US കോൺഗ്രസിൽ നടത്തിയിട്ടുള്ള ഒരു സ്പീച്ചിലാണ് അദ്ദേഹത്തിന്റെ 14 പോയിന്റ്സിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ ഈ 14 പോയിന്റ്സിൽ നിങ്ങൾ എല്ലാ 14 പോയിന്റ്സും പഠിച്ചു വെക്കണം നിർബന്ധമില്ല. അതില് ഒരു 6, അതായത് ഒരു 5ഓ 6ഓ പോയിന്റ്സ് പഠിച്ചു വെക്കാം. അതാണ് ജനറലി വേൾഡ് പീസുമായിട്ട് ബന്ധപ്പെട്ടും ഒരു പോസ്റ്റ് വാർ വേൾഡ് ഓർഡറിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് ഈ പറയുന്ന ആദ്യത്തെ ഒരു 4-5 പ്രിൻസിപ്പിൾസിനകത്താണ്, 4-5 പോയിന്റ്സിലാണ്. പിന്നീട് അങ്ങോട്ട് വാറുമായിട്ട് ബന്ധപ്പെട്ട ടെറിട്ടോറിയൽ ഡിവിഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ്, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. അപ്പൊ അതിൽ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഓപ്പൺ കവനൻസ് ഓപ്പൺലി അറൈവ്ഡ് അറ്റ്, സീക്രട്ട് അലയൻസസ്, സീക്രട്ട് ട്രീറ്റീസ് ഒക്കെ ഒഴിവാക്കണമെന്നും എന്ത് അലയൻസ് ആണെങ്കിലും അത് ഓപ്പൺ ആയിട്ട് ഇഷ്യൂ ചെയ്യണമെന്നും ട്രാൻസ്പെറന്റ് ആയിരിക്കണം എന്നൊക്കെ പറയുന്നതായിരുന്നു ഫസ്റ്റ് പോയിന്റ്. ഫ്രീഡം ഓഫ് സീസ് അല്ലെ, മാരിടൈം ഫ്രീഡത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ 14 പോയിന്റ്സിൽ. ഫ്രീ ട്രേഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ആർമമെന്റ്സ് റെഡ്യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഡിസാർമമെന്റ് എന്ന് പറഞ്ഞൊരു പോയിന്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ കൊളോണിയൽ ക്ലെയിംസിനെ, അതായത് അതുവരെ കുറെ കോളനികൾ ഒരുപാട് യൂറോപ്യൻ പവേഴ്സിന്റെ കയ്യിലുണ്ട്. അപ്പൊ ആ കോളനീസിനെയൊക്കെ സെൽഫ് ഡിറ്റർമിനേഷൻ നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഡിസിഷൻ എടുക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് അദ്ദേഹത്തിന്റെ 14th പോയിന്റ് ആണ്, എ ജനറൽ അസോസിയേഷൻ ഓഫ് നേഷൻസ്.
ജനറൽ അസോസിയേഷൻ ഓഫ് നേഷൻസ് ആണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്, ലീഗ് ഓഫ് നേഷൻസ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള 4-5 പോയിന്റ്സ് ഡെഫിനറ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. വുഡ്രോ വിൽസന്റെ 14 പോയിന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടാത്തത് ഏതാണ്, ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏതൊക്കെയാണ് എന്നുള്ള രീതിയിൽ ഈ കുറച്ച് പോയിന്റ്സ് തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 14 പോയിന്റ്സിൽ ഒരു 5-6 പോയിന്റ്സ് പഠിച്ചു വെക്കാൻ പറയുന്നത്. ഇനിയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനും കൂടിയാണിത്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Next question. Again, descending order arrange ചെയ്യാനുള്ള ഒരു question ആണ്. Arrange the following UN Secretary Generals in descending order to hold the office at the UN. UGCക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. IR-ൽ ഒരു 2-3 സൈക്കിളുകൾക്ക് മുന്നേ ആണ് ഈ ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് മിക്കവാറും എല്ലാ സൈക്കിൾസിലും ഇത് ചോദിച്ചിട്ടുണ്ട്. UGCക്ക് എന്തോ വളരെ ഇഷ്ടമാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ. അതുകൊണ്ട് തന്നെ ഇത് പഠിച്ചു വെക്കുന്നത് നന്നാവും. ഇത് തിരിച്ചും മറിച്ചൊക്കെ പലവട്ടം ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഈ ലിസ്റ്റിൽ പിന്നെ അധികം ആൾക്കാരില്ല. UN സെക്രട്ടറി ജനറൽസിനെ അറേഞ്ച് ചെയ്യാനാണ് ചോദിക്കുന്നത്. ഡിസെൻഡിങ് ഓർഡർ ഓർത്ത് വെക്കുക. ഡിസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡറിലാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് തെറ്റും. കാരണം അസെൻഡിങ് ഓർഡറിലുള്ള ഓപ്ഷൻ, അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷൻ ഈ 4 ഓപ്ഷൻസിൽ ഒന്നാണ്. അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ടും ഡിസെൻഡിങ് ഓർഡർ ആണോ അസെൻഡിങ് ഓർഡർ ആണോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യുക. 5 പേരുടെ പേരുണ്ട്. ട്രിഗ്വെലൈ, ഡാഗ് ഹാമർഷോൾഡ്, ബോട്രസ് ഗാലി, യൂത്താൻ ആൻഡ് കർട്ട് വാൽഡേൻ. 5 പേരെ അറേഞ്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഓപ്ഷൻ 4 ആണ് ആൻസർ. ഇപ്പൊ ഡിസെൻഡിങ് ഓർഡർ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും ലാസ്റ്റ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഒരു ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. UN സെക്രട്ടറി ജനറൽസിന്റെ പേര്, അവരുടെ ടെന്യൂർ, അവർ ഏത് രാജ്യത്ത് നിന്നുള്ളതാണെന്നുള്ളത്. ഇപ്പൊ ഫസ്റ്റ് ട്രിഗ്വെലൈ ആയിരുന്നു ഫസ്റ്റ് സെക്രട്ടറി ജനറൽ. അദ്ദേഹം നോർവേ എന്നുള്ള ഒരാളായിരുന്നു. 1946 മുതൽ 52 വരെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ടെന്യൂർ. സെക്കൻഡ് പേഴ്സൺ വാസ് ഡാഗ് ഹാമർഷോൾഡ്. ഡാഗ് ഹാമർഷോൾഡ് വാസ് ഫ്രം സ്വീഡൻ. അദ്ദേഹം 53 മുതൽ 61 വരെ ആയിരുന്നു സെക്രട്ടറി ജനറൽ ആയിരുന്നത്. Next person is യൂത്താൻ. യൂത്താൻ മ്യാൻമാർ എന്നാണ്. He was also the first Asian to hold the post of Secretary General of United Nations. അതും ചോദിച്ചിട്ടുണ്ട്. യൂത്താൻ ആണ് ഫസ്റ്റ് ഏഷ്യൻ. നെക്സ്റ്റ് കർട്ട് വാൽഡേൻ, ഓസ്ട്രിയ എന്നാണ്. 72 മുതൽ 81 വരെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ടെന്യൂർ. ഇപ്പൊ ഓൾമോസ്റ്റ് ആൾക്കാർ ഇതിൽ ചോദിച്ച ഓൾമോസ്റ്റ് ആൾക്കാർക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഹാവിയർ പെരേസ് ഡെ ക്വെലർ, പെറു എന്നുള്ള ഒരാളാണ് ഹാവിയർ പെരേസ്. 82 മുതൽ 91 വരെയാണ് അദ്ദേഹത്തിന്റെ ടെന്യൂർ. നെക്സ്റ്റ് ബോട്രസ് ഗാലി, ഹീസ് ഫ്രം ഈജിപ്റ്റ്. 92 മുതൽ 96 വരെ. നെക്സ്റ്റ് വൺ കോഫി അനൻ. കോഫി അനൻ ഘാനയിൽ നിന്നാണ്. 97 മുതൽ 2006 വരെ. നെക്സ്റ്റ് പേഴ്സൺ ഇസ് ബാൻ കി മൂൺ, റിപ്പബ്ലിക് ഓഫ് കൊറിയ, സൗത്ത് കൊറിയ എന്നാണ്. ലേറ്റസ്റ്റ് ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ഇസ് ആന്റോണിയോ ഗ്യൂട്രസ്. ആന്റോണിയോ ഗ്യൂട്രസ് നേരത്തെ നമ്മുടെ UN ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസ് ആയിട്ട് സെർവ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ ഇദ്ദേഹമാണ് നിലവിലെ UN സെക്രട്ടറി ജനറൽ. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ആ ഒരു ലിസ്റ്റ് എന്തായാലും കാണാതെ പഠിക്കുക. കാരണം ഒരുപാട് ഇങ്ങനെയുള്ള പോസ്റ്റുകളെ പറ്റി ആ പോസ്റ്റിലുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും ഒക്കെ അറേഞ്ച് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞപ്പോഴും ചീഫ് ജസ്റ്റിസുമാരെയും ഫിനാൻസ് കമ്മീഷൻ ചെയർപേഴ്സൺസിനെയും അറ്റോർണി ജനറൽ, ഇലക്ഷൻ കമ്മീഷണേഴ്സ്, ഇങ്ങനെ എല്ലാവരെയും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് IR-ൽ UGC ഇഷ്ടംമാതിരി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഇത് പഠിക്കണമെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, കുറച്ച് റീജിയണൽ ഓർഗനൈസേഷൻസ് തന്നിട്ടുണ്ട്. അതിനെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ്. എന്തിന്റെ പേരില്? ആസ് പെർ ദർ എസ്റ്റാബ്ലിഷ്മെന്റ്, അവരുടെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയറിന്റെ അടിസ്ഥാനത്തില് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് ചോദിക്കുന്നത്. ഇപ്പൊ തന്നിരിക്കുന്ന ഓർഗനൈസേഷൻസ് ഇതൊക്കെയാണ്: GCC, ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ, ലാറ്റിൻ അമേരിക്കൻ ഇന്റഗ്രേഷൻ അസോസിയേഷൻ, ബെനലക്സ് എക്കണോമിക് യൂണിയൻ, ബ്ലാക്ക് സീ ഇക്കണോമിക് കോർപ്പറേഷൻ, അറബ് മഗ്രേബ് യൂണിയൻ. 5 ഓർഗനൈസേഷൻസ് തന്നിട്ടുണ്ട്. ദേ ആർ റീജിയണൽ ഓർഗനൈസേഷൻസ്.
അപ്പൊ അവരെ അറേഞ്ച് ചെയ്യാനാണ്, അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് ചോദിക്കുന്നത്. അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും ഓൾഡസ്റ്റ്, അതായത് ഏറ്റവും ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ആളെ വേണം നമ്മൾ ആദ്യം എടുക്കാൻ. നമ്മൾ പൊതുവെ കേൾക്കുന്ന പഠിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഓർഗനൈസേഷൻസ് അല്ല. GCC മാത്രമാണ് നമ്മുടെ സിലബസിൽ തന്നിട്ടുള്ളത്, എടുത്ത് തന്നിട്ടുള്ളത്. ബാക്കിയുള്ളതൊന്നും അങ്ങനെ നമ്മൾ എപ്പോഴും പഠിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്നതുമായിട്ടുള്ള ഓർഗനൈസേഷൻസ് അല്ല. പക്ഷെ കഴിഞ്ഞ 2-3 സൈക്കിളുകളിലായിട്ട് ഇതിന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പൊ ഇത് പഠിച്ചു വെക്കാം. ഞാനൊരു ലിസ്റ്റ് ഇതിന്റെ ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് തന്നിട്ടുണ്ട്. സോ യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്. ഇതിന്റെ ആൻസർ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓപ്ഷൻ 1 ആണ് ആൻസർ. അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ്. സോ ഇതിനകത്ത് ആദ്യം വരുന്നത് ബെനലെക്സ് എക്കണോമിക് യൂണിയൻ ആണ്. ബെനലെക്സ് എന്ന് പറയുന്നത് ബെൽജിയം, നെതർലൻഡ്, ലക്സംബർഗ്, ഈ 3 രാജ്യങ്ങളുടെ ഒരു യൂണിയനെയാണ് ബെനലെക്സ് എക്കണോമിക് യൂണിയൻ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1958. ഒരു യൂറോപ്യൻ ഓർഗനൈസേഷൻ ആണിത്. ലാറ്റിൻ അമേരിക്കൻ ഇന്റഗ്രേഷൻ അസോസിയേഷൻ വാസ് ഫോംഡ് ഇൻ 1980. ലയ എന്ന് പറയും അതിനെ. GCC 1981-ലാണ്. Arab Maghreb Union was formed in 1988 and Black Sea Economic Cooperation in 1992. ഞാൻ ഇവിടെ ഒരു ലിസ്റ്റ് കൊടുക്കാം. ഈ ലിസ്റ്റിൽ കുറച്ച് ഓർഗനൈസേഷൻസ്, റീജിയണൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. അതിന്റെ ഫൗണ്ടിങ് ഇയർ ഉണ്ട്, നിലവിൽ അതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ലിസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. കാരണം കഴിഞ്ഞ 2-3 സൈക്കിളുകളിലായിട്ട് ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഈവൻ ഇൻ ദിസ് സൈക്കിൾ, അത് ലാസ്റ്റ് കഴിഞ്ഞ സൈക്കിളില്, ഡിസംബർ സൈക്കിളില് ഇതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഈ ഏരിയയിൽ നിന്ന് മാത്രം 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അത്രയും വെയിറ്റേജ് വരുന്ന ഒരു ഏരിയ ആണ്. പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയാം, കാരണം കുറച്ച് നമ്മൾ കാണാതെ പഠിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ. പക്ഷെ ദർ ഇസ് നോ അതർ വേ. UGC ഇപ്പൊ നമ്മുടെ മെമ്മറി ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാം ആണ്. അതുകൊണ്ട് ഇത് കാണാതെ പഠിച്ചേ പറ്റുള്ളൂ. എസ്പെഷ്യലി നെറ്റ് കഴിഞ്ഞ JRF ഒക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ഇത് പഠിക്കാം. നമുക്കിത് വിട്ടിട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ നിലവിലില്ല. അപ്പൊ ഇത്രയാണ് ഞാൻ ആഫ്രിക്കയിലെ കുറച്ച് യൂണിയൻസ്, അമേരിക്കൻ, അതുപോലെ തന്നെ ഏഷ്യൻ ആയിട്ടുള്ള കുറച്ച് ഓർഗനൈസേഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്ന് ആണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് സൈക്കിളിലായിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് റാൻഡം ആയിട്ട് ചോദിക്കുന്നതല്ല. ഞാൻ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയുന്നതാണ്, ഇന്റർനാഷണൽ റിലേഷൻസിലെ ഒരു 70-80% ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത് ആൻഡ്രൂ ഹേവുഡിന്റെ ഗ്ലോബൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നൊരു ബുക്കുണ്ട്, അതിനകത്തു നിന്നാണ്. ഈ ലിസ്റ്റ് അതേപോലെ ഒരു കോളം വരച്ച് തന്നെ നമ്മുടെ ആൻഡ്രൂ ഹേവുഡിന്റെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇഫ് യു ക്യാൻ ഗോ ത്രൂ ദാറ്റ് ബുക്ക്, ആ ബുക്കൊന്ന് നിങ്ങൾക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ IRലെ ഒരു 90% ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ആദ്യം പറഞ്ഞ ഇന്റർനാഷണൽ എൻവയോൺമെന്റൽ ഇനീഷ്യേറ്റീവ്സ് ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതൊക്കെ തന്നെ ആ ഒരു ബുക്കിൽ നിന്ന് ഡയറക്ട്ലി ആണ്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ആ ബുക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈബ്രറി ആക്സസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വായിച്ചിട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. എസ്പെഷ്യലി അതിനകത്തുള്ള ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ്, ബുക്സിന്റെ പേര്, ഓത്തേഴ്സിന്റെ പേര്, അതൊക്കെ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോ ഞാൻ പറഞ്ഞതുപോലെ UGC നെറ്റ് എക്സാം ഇസ് ബിക്കമിങ് എ മെമ്മറി ടെസ്റ്റ്. അതുകൊണ്ട് ആ എക്സാമിന്റെ ഡിമാൻഡ് അനുസരിച്ച് നമ്മളും നമ്മുടെ സ്ട്രാറ്റജി മാറ്റുക. ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.